ആയിട്ട് പറയുന്നു, ഗുരുദേവൻ സനാതന ധർമ്മത്തെ പുനരുദ്ധരിക്കാൻ ജനിച്ച അവതാരമാണ്. അതാണ് ഗുരുദേവന്റെ ആത്മീയത. ഓരോ കല്യാണത്തിനും എങ്ങനെയാണ് കല്യാണം നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഗുരുദേവൻ വിവരിച്ചിട്ടുണ്ട്. മറിയപ്പള്ളി SNDP ശാഖയിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ അറിയാം, വരനെ മഹാവിഷ്ണുവായിട്ട് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. വധുവിനെ മഹാലക്ഷ്മിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് വേണം നല്ല മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ഈ വിവാഹം നടത്താൻ. അപ്പൊ ആചാരങ്ങളെ ഗുരുദേവൻ എതിർത്തില്ല. ഓർമ്മിക്കാനുള്ളത് VT ഭട്ടതിരിപ്പാട് ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ ചെയ്തതല്ല ശരി. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ഞാനും ശങ്കരനും ചെയ്തതല്ല ശരി, നാരായണൻ ചെയ്തതാ ശരി. അർത്ഥം മനസ്സിലായി? VT ഭട്ടതിരിപ്പ്, ഞാനും ശങ്കരനെന്ന് ഉദ്ദേശിച്ചത് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഞങ്ങൾ ചെയ്തതല്ല ശരി, നാരായണൻ ചെയ്തതാ ശരി. കാരണം ഞങ്ങള് പൂണൂലുള്ളവന്റെ കഴുത്തിലെ പൂണൂല് പൊട്ടിച്ച് അവനെ താഴത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ശ്രീനാരായണൻ പൂണൂലില്ലാത്തവന്റെ കഴുത്തിൽ പൂണൂലിട്ട് അവനെ ഉയർത്തി. ഇതാണ് നാരായണൻ ചെയ്തതാ ശരി എന്ന് പറഞ്ഞത്. ഗുരുദേവൻ തന്നെ പൂണൂലിട്ട് ഇടാതെയും ക്ഷേത്രങ്ങളിൽ പൂജാരിയായിട്ട് നല്ല ആ വിഭാഗത്തിനെ ഉയർത്തി. എന്നെങ്കിലും നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ സുന്ദരേശ്വര ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ കണ്ണൂരിലേക്ക് വരണം. പോയിട്ടുണ്ടാവും നിങ്ങൾ ചിലര്. ഞങ്ങൾ എപ്പോഴും കണ്ണൂരിൽ പോകുമ്പോൾ അവിടെയാ താമസിക്കാം. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അവിടെയാ താമസിക്കാം. അവിടെ നിങ്ങൾക്ക് കാണാം 7 പൂജാരിമാരകത്തുള്ളത്. 7 പേരുടെ കഴുത്തിൽ പൂണൂലില്ല. 7 പേരുടെ കഴുത്തിൽ പൂണൂലില്ല. മംഗലാപുരത്ത് നിന്ന് പൂണൂലിട്ടവരും കാസർഗോഡ് നിന്ന് പൂണൂലിട്ടവരും ആയിരക്കണക്കിന് ആൾക്കാരാണ് സുന്ദരേശ്വര ക്ഷേത്രത്തില് ഈ ശബരിമലയിലേക്കുള്ള യാത്രാമധ്യേ വരുന്നത്. ഒരാൾ പോലും ചോദിച്ചിട്ടില്ല ആരാ പൂജ നടത്തുന്നത്, പൂജ നടത്തുന്നവന്റെ ജാതി ഏതാണ്, ചോദിച്ചിട്ടില്ല. അതായത് നിശബ്ദമായ പരിവർത്തനം. വിപ്ലവം എന്ന വാക്കൊക്കെ അത്ര വലിയ പ്രാധാന്യമുള്ളതല്ല. നിശബ്ദമായ പരിവർത്തനം. നാരായണ ഗുരുദേവന്റെ ആത്മീയത അതാണ്. തീർന്നില്ല, എത്ര പറഞ്ഞാലും തീരില്ല. എനിക്കൊരു ഭാഗ്യം കിട്ടി. ദർശനമാല നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരിക്കലെങ്കിലും സാധിക്കുകയാണെങ്കിൽ ദർശനമാല നിങ്ങൾ വായിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ ആരാണെന്ന് അറിയണമെങ്കിൽ അത് വായിച്ചാൽ നിങ്ങൾ കരയുന്നുള്ളത് ഉറപ്പാ. എന്താ കാരണം അറിയോ? ഒരക്ഷരവും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കരയുന്നത്. ഒന്നും മനസ്സിലാവില്ല. ഇത്രയും വൈദിക സാഹിത്യത്തെ കവച്ചു വെക്കുന്ന ഒരു 100 ശ്ലോകം ദർശനമാല വേറെ ഒന്നുണ്ടാവുമെന്ന് തോന്നണില്ല. കുത്തിയിരുന്ന് പഠിച്ച് ബോംബെയിലെ നാരായണ മന്ദിര സമിതിക്കാർക്ക് വേണ്ടി ഞാനത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു യോഗ്യത ഉണ്ടായിട്ടല്ല ട്രാൻസ്ലേറ്റ് ചെയ്തത്. 3 ദിവസം നാരായണ ഗുരുദേവനെ മനസ്സിൽ സ്ഥാപിച്ച് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞ അൾട്രാ മോഡേൺ ആറ്റമിക് ഫിസിക്സ് ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഏതായാലും അത് നാരായണ മന്ദിര സമിതിയിലെ പ്രസിഡന്റും സെക്രട്ടറിയും വായിച്ചിട്ട് അവര് പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട്, വളരെ സന്തോഷമുണ്ട്, അതിനേക്കാൾ ഉപരി ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവമുണ്ട്. പക്ഷെ ഒന്നും മനസ്സിലായില്ല. കാരണം അങ്ങനെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ കുഴപ്പമല്ല. അത്ര ഗംഭീരായിട്ടുള്ള ആത്മീയതയുടെ അവസാനത്തെ ബിന്ദുവിലെത്താൻ സാധിച്ച ഒരു അവതാരമാണ് നാരായണ ഗുരുദേവൻ. ധർമ്മത്തെക്കുറിച്ച് ഗുരുദേവൻ എഴുതി, ആശ്രമത്തെക്കുറിച്ച് ഗുരുദേവൻ എഴുതി, സന്യാസിയെക്കുറിച്ച് ഗദ്യത്തിലെഴുതി, സന്യാസി ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് എഴുതി. ഇങ്ങനെയൊക്കെ ആരാ ചെയ്തിരിക്കുന്നത്? അത് ഗുരുദേവന്റെ സ്പിരിച്വാലിറ്റി. ഇനിയും ഒരു ദിവസം എന്നെങ്കിലും വന്ന് ആത്മീയത മാത്രമൊന്ന് പറയാം. എത്ര നേരം? നിങ്ങളിൽ 3 പേര് കൂട്ടുവായ വിടുന്നത് വരെ. അത്രയും അധികം ഉണ്ട്. പക്ഷെ ഇന്നത്തെ എന്റെ വിഷയം ശ്രീനാരായണ ദർശനം നിത്യജീവിതത്തിൽ. അപ്പൊ അത് മാത്രം പറഞ്ഞാൽ പോരാ. രണ്ടാമത്തേത് സാമൂഹിക പ്രതിബദ്ധത. ഒന്ന് ആലോചിച്ചു നോക്കാം. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് വിദ്യ കൊണ്ടു പ്രബുദ്ധരാകുവിൻ. ഇനി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ലോകത്തിൽ ആർക്കെങ്കിലും പറ്റുമോ? ആ ഗുരുദേവന്റെ സന്ദേശം കൊണ്ടല്ലേ എത്രയോ താഴ്ന്ന നിലവാരത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്നവര് ഇത്രയും വിദ്യാലയം സ്ഥാപിച്ചത്, കോളേജ് സ്ഥാപിച്ചു, ഇപ്പൊ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നു, ഇത്രയും ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നു, ആശ്രമങ്ങൾ സ്ഥാപിക്കുന്നു. വേറെ ഏത് വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട് ഇത്?
ഏത് വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട്? ഭാരതത്തില്, ഞാൻ കേരളത്തിലല്ല പറയുന്നത്, ടോട്ടൽ ഇന്ത്യയില് എത്ര വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട്? വെറുതെ ചിന്തിച്ചു നോക്കാം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ, അതിനെ ഞാൻ വിവരിക്കണ്ടല്ലോ. ആ വിദ്യാലയത്ത് ഒരു ആശ്രമം സ്ഥാപിക്കണം, ആശ്രമത്തിനോട് ചേർന്നൊരു വിദ്യാലയം ഉണ്ടാവണം. ഗുരുദേവൻ സ്ഥാപിച്ച വിദ്യാലയത്തിൽ മാത്രമാണ് അറ്റൻഡൻസ് എടുക്കുമ്പോൾ പ്രസന്റ് സർ, ഹാജർ സർ എന്ന് പറയുന്നതിന് പകരം സംസ്കൃതത്തില് ആഗതോസ്മി എന്ന് പറയാം. രാജാവ് സ്ഥാപിച്ച സ്കൂളിൽ പോലും സംസ്കൃതം ഇല്ല. ഗുരുദേവൻ സ്ഥാപിച്ച സ്കൂളിൽ മാത്രമാണ് അഹം അത്രഹ അഹമത്ര ആഗതഹ അസ്മി, ഞാനിവിടെ വന്നിട്ടുണ്ട് സംസ്കൃതത്തില്. എല്ലാ വിദ്യാർത്ഥികളോടും പറഞ്ഞു, ഈ രാഷ്ട്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സംസ്കൃതം പഠിക്കണം. എല്ലാ സ്കൂളിലും സംസ്കൃതം കമ്പൽസറി ആക്കി ഗുരുദേവൻ. ആധുനിക ലോകത്തെക്കുറിച്ച് പഠിക്കാൻ ഇംഗ്ലീഷ് പഠിക്കണം. എല്ലാ സ്കൂളിലും ഇംഗ്ലീഷ് കമ്പൽസറി ആക്കി. അതാണ് പൈതൃകത്തിന്റെയും ആധുനികതയുടെയും സമഗ്രമായിട്ടുള്ള സമഞ്ജസമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ സാമൂഹികത. അത്രയും ഗംഭീരമായിട്ട് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ആ ക്ഷേത്രങ്ങള് വെറും ഈശ്വരാരാധനാ കേന്ദ്രങ്ങൾ മാത്രമല്ല, മറിച്ച് മാനസികവും ശാരീരികവും കുടുംബപരവും സാമൂഹികവും രാഷ്ട്രപരവുമായ ഐക്യത്തിന്റെ കേന്ദ്രമാക്കണം എന്ന് പറഞ്ഞു. അതാണ് ഗുരുദേവന്റെ പ്രത്യേകത. ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കാം. ഗുരുദേവൻ പറഞ്ഞതിന്റെ മഹത്വം അറിയാൻ ശബരിമല എന്ന ക്ഷേത്രത്തെക്കുറിച്ച് ഒരു മിനിറ്റ് ചിന്തിക്കാം. അവിടെ എവിടെ നിന്നുള്ള ആൾക്കാരാ വരുന്നത്? മലയാളികൾ മാത്രമാണോ ശബരിമലയിൽ വരുന്നത്? തമിഴൻ വരുന്നുണ്ട്, തെലുങ്കൻ വരുന്നുണ്ട്, കന്നഡികൻ വരുന്നുണ്ട്, മഹാരാഷ്ട്രക്കാര് വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് 220 റഷ്യക്കാര് കഴിഞ്ഞ 15 വർഷമായിട്ട് എല്ലാ വർഷവും ശബരിമലയിലേക്ക് വരുന്നുണ്ട്. 15 വർഷമായിട്ട് നിരന്തരം വരുന്നവരുടെ ഫോട്ടോ ഇപ്രാവശ്യം മാതൃഭൂമിയിൽ കണ്ടു. നിങ്ങൾ ഈ ശബരിമലയിൽ കയറുമ്പോൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ താൻ മലയാളിയാണോ തെലുങ്കനാണോ എന്ന്? ചോദിച്ചിട്ടില്ല. തമിഴനാണോ? ചോദിച്ചിട്ടില്ല. എവിടത്തുകാരനാന്ന് ഒരാളും ചോദിച്ചിട്ടില്ല. ഒരുമിച്ച് മുമ്പോട്ട് പോകുന്നു, ഒരേ ക്യൂവിൽ നിൽക്കുന്നു, ഒരേ രീതിയിൽ തൊഴുന്നു, ഒരേ ട്രീറ്റ്മെന്റ്, ഒരേ. രാഷ്ട്രത്തിന്റെ ഐക്യത്തിന് ഇതിനേക്കാൾ വലുത് എന്താ വേണ്ടത്? സമൂഹത്തിന്റെ ഐക്യത്തിന് ആലോചിച്ച് നോക്കാം. ഒരമ്പലത്തില് ഇന്നലെ അവിടത്തെ അടിയം തലയോലപ്പറമ്പ് ക്ഷേത്രത്തില് ഗുരുദേവനെ കുറിച്ച്, ഗുരുദേവന്റെ ക്ഷേത്ര സങ്കല്പം എന്ന വാക്ക് ആയിരുന്നു. മുമ്പിലും സൈഡിലും മുഴുവനും ഇരുന്നത് NSSകാരാ, നായർ സർവീസ് സൊസൈറ്റിക്കാരായിരുന്നത്. ആ അധ്യക്ഷൻ ഒരു തിരുമേനിയാ, ഷർട്ട് ഇട്ടിട്ടില്ല ഈശ്വരാനുഗ്രഹം കൊണ്ട്. അപ്പൊ പൂണൂല് കാണുകയും ചെയ്യാം. അപ്പൊ നാരായണ ഗുരുദേവന്റെ ക്ഷേത്ര പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയാ. എന്ത് ഗംഭീരായിട്ട് ആ സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കാൻ നമ്മുടെ സാമൂഹിക പ്രതിബദ്ധത സാധിക്കുന്നത്. മാത്രല്ല, ചെങ്ങന്നൂര് മുതൽക്ക് പാറശാല വരെ ഗുരുദേവൻ കാളവണ്ടിയിലും കുതിരവണ്ടിയിലും ഇറങ്ങി നടന്ന് ഈ സമുദായത്തിൽ നിന്ന് മതം മാറിപ്പോയവരെ തിരിച്ച് ഈ സമുദായത്തിലേക്ക് ഗുരുദേവൻ കൊണ്ടുവന്നു. അതാണ് ഗുരുദേവന്റെ നമ്മൾ അറിയാൻ ആഗ്രഹിക്കാത്ത വരികള്. ആ പാറശാല, ധനുവച്ചപുരം, പ്രാവച്ചമ്പലം, വെടിവെച്ചാൻ കോവില്, അമ്പൂരി, ഊരമ്പ് ഒക്കെ നല്ല ഈഴവ സമുദായത്തിന്റെ അനവധി വിഭാഗങ്ങൾ ഉള്ള സ്ഥലത്ത് പണ്ടുണ്ടായിരുന്ന ക്ഷേത്രങ്ങളെ മാറ്റി, വിഗ്രഹത്തെ മാറ്റി, കുരിശ് സ്ഥാപിച്ച് മതപരിവർത്തനം നടത്തിയ ആ സ്ഥലങ്ങളിലെല്ലാം ഗുരുദേവൻ ചെന്ന് മതപരിവർത്തനം നടത്തിയവരുടെ അടുത്ത് ആ കുരിശ് മാറ്റി പഴയ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വന്ന് തിരിച്ചു കൊണ്ടുവന്നു. സാമൂഹിക പ്രതിബദ്ധതയില് ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ളതിന് എങ്ങനെയോ അബദ്ധത്തിൽ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. എന്ത് അബദ്ധ? ഒരു ജാതി, വൺ കാസ്റ്റ്, ഒരു മതം, വൺ റിലീജിയൻ, ഒരു ദൈവം, വൺ ഗോഡ്. ഇതാരാ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇങ്ങനെ? ഈ ജാതി എന്ന് പറയുന്നത് മാനവജാതിയല്ലേ, മനുഷ്യജാതിയല്ലേ? അല്ല, ഈഴവ ജാതിയാ, നായർ ജാതിയാ. അപ്പൊ ഒരു ജാതി എന്ന് പറഞ്ഞാൽ ഏത് ജാതിയാ? ഞാൻ നിങ്ങളോട് ചോദിക്കാം, ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? ഏത് കാസ്റ്റാ? ബ്രാഹ്മണനോ, വൈശ്യനോ, ക്ഷത്രിയനോ, ശൂദ്രനോ, പറയനോ, നായരോ, അല്ലെങ്കിൽ കൊശവനോ? ഏത് ജാതിയാ ഗുരുദേവൻ ഉദ്ദേശിച്ചത്? ഉത്തരം പറയാൻ ശരി, മാനവജാതി. അപ്പൊ വൺ കാസ്റ്റ് അല്ല വാക്ക്, വൺ സ്പീഷീസ്. ഒറ്റ സ്പീഷീസ്, ഹ്യൂമൻ സ്പീഷീസ്. തെറ്റാ കാസ്റ്റ് എന്ന വാക്ക്, 100% തെറ്റാ.
വൺ റിലീജിയൻ. ഏത് റിലീജിയൻ? ഹിന്ദുക്കൾ പറയും ഞങ്ങളുടെ റിലീജിയൻ, ബുദ്ധമതക്കാർ പറയും ഞങ്ങളുടെ റിലീജിയൻ, ക്രിസ്ത്യാനി പറയും ഞങ്ങളുടെ റിലീജിയൻ, ഇസ്ലാമിലുള്ളവർ പറയും ഞങ്ങളുടെ റിലീജിയൻ. ഈ വൺ റിലീജിയൻ ഏതാ? ഇത്രയും കാലമായിട്ട് 160ാമത്തെ ജന്മവാർഷികമല്ലേ വരാൻ പോകുന്നത് ഗുരുദേവന്റെ? ഇങ്ങനെ നമ്മൾ ചിന്തിക്കണ്ടേ? വൺ റിലീജിയൻ. ഓരോരുത്തർ അവനവന്റെ റിലീജിയനാണോ? അവനവന്റെ റിലീജിയനാണെങ്കിൽ പിന്നെ വൺ റിലീജിയൻ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? എന്താ അതിന്റെ അർത്ഥം? വൺ ട്രൂത്താണ്, ഒരു മതം, സത്യത്തിന്റെ മതം. അതാണ് ഭാരതം പറഞ്ഞിരുന്നത്. ഏകം സദ് വിപ്രാഹ ബഹുദാ വദന്തി. ഞാൻ പറയുന്നതിന്റെ സ്പീഡ് കൂടുന്നുണ്ടോ? പറയണേ, കൈ ഉയർത്തണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കൈ ഉയർത്തി ഞാൻ ആവർത്തിക്കാം. അപ്പോ വൺ സ്പീഷീസ്, വൺ ട്രൂത്ത്, വൺ ഗോഡ്. അത് ശരിയാ. ഏകം ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകദാ ബഹുദാ ചൈവ ദൃശ്യതേ ജലചന്ദ്രവത്. നല്ലൊരു ഉപദേശ. ഏക ഏവ ഹി ഭൂതാത്മാ, ഈശ്വരൻ ഒന്ന് മാത്ര. അതാണ് വൺ ഗോഡ്. ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത. 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളിലും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളിലും നിലനിൽക്കുന്ന ചൈതന്യം ഒന്ന് തന്നെ. ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത. ഓരോ ചരാചരത്തിലുമുണ്ട്. ഏകദാ ബഹുദാ ചൈവ. ചിലരതിനെ ഒന്നാണെന്ന് പറയും, ചിലര് പല രീതിയിൽ വിവരിക്കും. ദൃശ്യതേ ജലചന്ദ്രവത്. ആകാശത്തിൽ ചന്ദ്രനൊന്നേ ഉള്ളൂ, ആകാശത്തില് ചന്ദ്രനൊന്നേ ഉള്ളൂ. ആ ചന്ദ്രന്റെ പ്രതിഫലനം കിണറ്റിലുള്ള വെള്ളത്തിലുമുണ്ട്, കുളത്തിലുള്ള വെള്ളത്തിലുമുണ്ട്, റോഡ് സൈഡിലുള്ള വെള്ളത്തിലുമുണ്ട്, സമുദ്രത്തിലുമുണ്ട്, പുഴയിലുമുണ്ട്, ചാലിലുമുണ്ട്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുമുണ്ട്, ചിരട്ട വെള്ളത്തിലുമുണ്ട്. ഒരേ ഒരു ചന്ദ്രൻ, ചന്ദ്രന്റെ പ്രതിഫലനം, പ്രതിബിംബം എല്ലാത്തിലും ഉള്ളതുപോലെ ഈശ്വരൻ ഒന്ന് മാത്രം, ഈശ്വരന്റെ റിഫ്ലക്ഷൻ എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞ വൺ ഗോഡ്. അത് കറക്റ്റാ. അല്ലാതെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ളത് പോലും നമുക്ക് തിരുത്താൻ പറ്റിയിട്ടില്ല. സത്യത. എനിക്ക് ചിലപ്പോ തോന്നാറുണ്ട്, ഞാൻ ചിലരോട് പറയുകയും ചെയ്തു, എനിക്ക് ഒരു വിഷമവും ഇല്ല. ഈ 7 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും വെച്ചുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ മനസ്സ് ഇത്രയും ഇടുങ്ങിയതാണല്ലോ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയാൽ എനിക്ക് ഒരു വിരോധവും ഇല്ല. ഒരിക്കൽ ഞാൻ കുറെ നേതാക്കന്മാരെ കണ്ടു. എന്നിട്ട് ചോദിച്ചു, ഈ പള്ളികളില്, ക്രിസ്ത്യൻ പള്ളികളില് പ്രാർത്ഥിക്കാൻ പോകുന്നവരില് ഒരാള് പോലും ഇസ്രായേലിൽ നിന്ന് വന്നവരല്ല ഇന്ത്യയിലുള്ളത്. ഒരു മുസ്ലിം ഇന്ത്യയിലുള്ളവൻ പോലും സൗദി അറേബ്യയിൽ നിന്ന് വന്നവരല്ല. അവര് ഈ രാഷ്ട്രത്തിന്റെ ശ്രീകൃഷ്ണനെ സ്വീകരിച്ചിട്ടില്ല, ശ്രീരാമനെ സ്വീകരിച്ചിട്ടില്ല, ഇവിടുത്തെ നാരായണ ഗുരുദേവനെ സ്വീകരിച്ചിട്ടില്ല, ഇവിടുത്തെ ഭഗവത്ഗീത സ്വീകരിച്ചിട്ടില്ല, ഭാഗവതം സ്വീകരിച്ചിട്ടില്ല, ഇവിടുത്തെ വേദങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഈ നാട്ടിൽ ജനിച്ച്, ഈ നാട്ടിൽ വളർന്ന്, ഈ നാട്ടിൽ ജോലി ചെയ്ത്, ഈ നാട്ടിൽ ന്യൂനപക്ഷമായിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ഈ നാട്ടിൽ മരിക്കുന്നവര് ഈ നാടിന്റെ പൈതൃകം സ്വീകരിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും കുരിശും ചന്ദ്രക്കലയും വെക്കുന്നത് എന്തിനാന്ന് ഞാൻ ചോദിച്ചു. ഏതായാലും കേട്ട ആള് ആരായാലും ആയിക്കൊള്ളട്ടെ, എന്നോട് പറഞ്ഞൊരു വരി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഡോക്ടർ പൊക്കോ, നോക്കിക്കോളാം. അന്ന് മുതൽക്ക് ഗുരുദേവന്റെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും ചന്ദ്രക്കലയും കാവയും കുരിശും ഇല്ല. സന്തോഷം തോന്നി. വേറൊന്നുമല്ല, അവർക്ക് വിദേശത്തുള്ളത് സ്വീകരിക്കാം, നമ്മളും വിദേശത്തുള്ളത് സ്വീകരിച്ചു. പക്ഷെ അവർക്ക് ഈ ദേശത്തുള്ളത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാ വിദേശത്തുള്ളത് സ്വീകരിക്കുന്നത്? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. സാമൂഹികമായ വരിയില് എപ്പോഴാ ഗുരുദേവൻ അത് പറഞ്ഞെന്നറിയോ? എപ്പോഴാ ഗുരുദേവൻ പറഞ്ഞത്? ഞാൻ ഇവിടെ ഇരിക്കാം, നിങ്ങൾ ഏത് ചോദ്യം ഗുരുദേവനെ കുറിച്ച് ചോദിച്ചാലും ഗോപാലകൃഷ്ണൻ ഉത്തരം പറയാൻ തയ്യാറാ. എനിക്ക് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിൽ എന്റെ അച്ഛൻ എന്റെ കഴുത്തിലിട്ട പൂണൂലും എന്റെ കഴുത്തിലുള്ള 2 പവന്റെ മാലയും ഈ സദസ്സിൽ ഇറക്കി വെക്കാൻ തയ്യാറാ. ഉറപ്പാ. അത്രയും ധൈര്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഗുരുദേവനെ കുറിച്ച് സംസാരിക്കുന്നത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരുദേവൻ പറഞ്ഞത് 40 കുടുംബങ്ങള് ഈഴവ
അവരുടേതായ പെരുമാറ്റം സഹിക്കാൻ വയ്യ ഗുരുദേവ, ഇനി സവർണരുമായിട്ട് യോജിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ക്രിസ്തുമതം സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ഒരു ശാന്തമായ ചിരി കൊണ്ട് ഗുരുദേവൻ പറഞ്ഞൊരു വരിയുണ്ട്: മതമല്ല മക്കളെ പ്രശ്നം ഉണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അപ്പ പറഞ്ഞതാ. എന്നിട്ടൊരു വരി കൂടി പറഞ്ഞു: നിങ്ങൾക്ക് ഹിന്ദു മതത്തിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സനാതനധർമ്മത്തിലേക്ക് മതം മാറാൻ. ഹിന്ദുമതത്തിൽ നിൽക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നു എങ്കിൽ സനാതനധർമ്മത്തിലേക്ക് മാറാനാ ഗുരുദേവൻ പറഞ്ഞത്, ക്രിസ്തുമതത്തിലേക്ക് മാറാനല്ല. അതേപോലെ കൃഷ്ണനാശാൻ ചട്ടമ്പി സ്വാമികൾ എഴുതിയ ക്രിസ്തുമതച്ഛേദനം പഠിച്ച്, കൃഷ്ണനാശാൻ ചട്ടമ്പി സ്വാമികൾ എഴുതിയ ക്രിസ്തുമതച്ഛേദനം എന്ന പുസ്തകം പഠിച്ച് ഈ മതം മാറിയവരൊക്കെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഒരു വലിയ സദസ്സില് ഗുരുദേവൻ നിന്ന് ഈ കൃഷ്ണനാശാനെ കൈകൊണ്ട് ചൂണ്ടിക്കാണിച്ച് പറയുന്നു: ഈ കൃഷ്ണനില്ലായിരുന്നു എങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ ക്രിസ്ത്യാനികളായി പോകുമായിരുന്നു എന്ന്. ഉപയോഗിച്ച വാക്ക് ഈ കൃഷ്ണനില്ലായിരുന്നു എങ്കിൽ നമ്മളൊക്കെ ക്രിസ്ത്യാനികളാകി പോകുമായിരുന്നു എന്ന് അറിയണം. സാമൂഹികമായ പ്രതിബദ്ധതയില് ഗുരുദേവൻ ആടിമൂടി വിപ്ലവാത്മകമായ മാറ്റം ഉണ്ടാക്കി. ഒരു 100 എക്സാമ്പിള് ഞാൻ പറയാം. ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിക്കേണ്ട ആവശ്യമില്ല എന്ന് അവിടത്തെ തീയര് പറഞ്ഞു. ഗുരുദേവൻ പറഞ്ഞു, എന്താ കാരണം? ചോദിച്ചു, എന്താ കാരണം? ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാകും എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു വിശ്വസിക്കുന്നു എന്നവർ പറഞ്ഞപ്പോൾ ഗുരുദേവൻ തിരിച്ചു പറഞ്ഞത്: നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ വേണ്ട, പക്ഷേ ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും. അർത്ഥം മനസ്സിലായോ എന്താന്ന്? ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും. ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്, ഹിന്ദുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഹേ അർജുന, ഈ ശരീരത്തിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഇത് ജീവാത്മാവ് കുടികൊള്ളുന്ന സ്ഥലമായതുകൊണ്ട് ഇത് ക്ഷേത്രം. അമ്പലത്തിൽ പരമാത്മാവ് കുടികൊള്ളുന്നതായതുകൊണ്ട് അതും ക്ഷേത്രം. ഈ ക്ഷേത്രം, ആ ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും പറഞ്ഞാൽ എന്താ അർത്ഥം? വേണമെന്നുള്ളവര് ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും. 1 വർഷം കൊണ്ട് ഡൊണേഷൻ പിരിച്ച് ക്ഷേത്രം ഉണ്ടാക്കി നല്ല രീതിയിൽ പ്രതിഷ്ഠാകർമ്മം ഗുരുദേവൻ നടത്തി. കുറെ പുലയന്മാര് കുറെ പഴവും എല്ലാമായിട്ട് ഗുരുദേവന്റെ അടുത്ത് വന്ന് പറഞ്ഞു: ഞങ്ങൾക്കും ഈ ക്ഷേത്രത്തിൽ ആരാധിക്കാൻ സ്വാതന്ത്ര്യം തരണം. അമ്പലത്തിലെ പ്രസിഡന്റും സെക്രട്ടറിയും എതിർത്തു. താഴ്ന്ന ജാതിക്കാരെ ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ സാധ്യമല്ല. ഗുരുദേവൻ തിരിച്ചവരോട് ചോദിച്ചു: സവർണരുടെ കീഴില് നമ്മൾ ഒത്തിരി വേദനിച്ചു, നമ്മളുടെ കീഴില് പുലയർ ഇനിയും വേദനിക്കണമോ? ഇവരെ അകത്ത് പ്രവേശിപ്പിക്കാൻ എത്ര കാലം കാത്തിരിക്കണം? എന്താ അമ്പലത്തിലെ പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞത്? 1 വർഷം കഴിഞ്ഞ് നോക്കാം. അന്ന് രാത്രി അടിപൊളി മഴ. പിറ്റേ ദിവസം രാവിലെ ഗുരുദേവൻ ചോദിച്ചു: 1 വർഷം കഴിഞ്ഞില്ലേ, ഇനി പ്രവേശിപ്പിച്ചൂടെ? അർത്ഥം മനസ്സിലായോ? 1 വർഷം കഴിയണമെന്ന് പറഞ്ഞത് രാത്രി മഴ പെയ്തു, 1 വർഷം കഴിഞ്ഞു. വർഷം എന്ന് വെച്ചാൽ 2 അർത്ഥമുണ്ട്. ഒന്ന് 365 ദിവസം, മറ്റൊന്ന് മഴ. അങ്ങനെ ഗുരുദേവൻ യുക്തി അനുസരിച്ച എല്ലാം ഗുരുദേവൻ ചെയ്തത്. ഓരോ സാമൂഹിക പരിവർത്തനത്തിലും ഗുരുദേവൻ അത് ശ്രദ്ധിച്ചിരുന്നു. സാമൂഹിക മാറ്റത്തിന് കെട്ടുകല്യാണം നടക്കുമ്പോ എത്ര 1000 രൂപയാ ചെലവഴിക്കുന്നത്? അവരെല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു: കെട്ടുകല്യാണം ആഡംബരപൂർണമാക്കരുത്, വളരെ ലളിതമാക്കണം. ഇപ്പൊ സാമൂഹിക വിപ്ലവത്തില് എല്ലാ പോയിന്റിലും ഗുരുദേവൻ സ്പർശിച്ചിട്ടുണ്ട്. ഗുരുദേവൻ സ്പർശിക്കാത്ത യാതൊന്നുമില്ല. കുടുംബത്തിന്റെ ബന്ധത്തെക്കുറിച്ച് ഗുരുദേവൻ പറഞ്ഞ വാക്ക്: കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന സ്ഥലമാണ് കുടുംബം. അതാണ് ശരിക്കും നോക്കുകയാണെങ്കിൽ ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ആഹാരശുദ്ധി. ഒരിടത്ത് ഗുരുദേവൻ കുടുംബശുദ്ധി എന്ന് പറയുന്നുണ്ട്, മറ്റൊരിടത്ത് കർമ്മശുദ്ധി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുടുംബം നന്നാക്കാൻ നമ്മൾ ശ്രമിക്കണം.
അതാണ് ഗുരുദേവൻ എല്ലാവരോടും പറഞ്ഞത്. ഒരു നമ്പൂതിരി പയ്യൻ തലശ്ശേരിയിൽ വെച്ച് ഗുരുദേവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങയുടെ ശിഷ്യനാവണമെന്ന് എന്റെ ആഗ്രഹം സബലീകരിക്കണം. ഗുരുദേവൻ പറഞ്ഞു, അമ്മയെയും അച്ഛനെയും വിളിച്ചുകൊണ്ടുവരിക, അവരുടെ അനുഗ്രഹത്തോടു കൂടിയാണെങ്കിൽ മാത്രം ശിഷ്യത്വം സ്വീകരിക്കുക, അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ തന്നെ തുടരുക. അപ്പൊ ആലോചിച്ച് നോക്ക, നമ്പൂതിരിമാരോടോ സവർണരോടോ ഉള്ള പ്രതിഷേധം തീർക്കാനല്ല ഗുരുദേവന്റെ പ്രവൃത്തികളിൽ ഒന്നുപോലും ഉപയോഗിച്ചത്. മാത്രല്ല, ഒരു ഉള്ളാടൻ എന്നല്ലേ ഇവിടെ പറയാ, ശരീരത്തിൽ ലെപ്രസി, കുഷ്ഠരോഗം, കുഷ്ഠരോഗിയായ ആ ഉള്ളാടൻ ഗുരുദേവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്റെ രോഗം മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പോഴാണ് ഗുരുദേവൻ മരോട്ടി എണ്ണ കൊണ്ടുവന്ന് സ്വന്തം കയ്യിൽ ഒഴിച്ച് അയാളുടെ അടുത്തേക്ക് പോയപ്പോ ആ ഉള്ളാടൻ പറഞ്ഞ വരി, തമ്പ്ര, അടിയൻ ഉള്ളാടനാണ്, അടിയനെ തുടരുത്, അടിയൻ നീചനാണ് തമ്പ്ര, തുടരുത് എന്ന് പറഞ്ഞത്. മനുഷ്യൻ ഒന്നാണ് എന്ന് പറഞ്ഞ് ആ ഉള്ളാടന്റെ ശരീരത്തിൽ മുഴുവനും ആ മരോട്ടി എണ്ണ തേച്ചു കൊടുത്ത ഒരു സംഭവം. ഞാൻ ഇത് പറയാൻ കാരണം, ഗുരുദേവൻ എന്തു പറഞ്ഞോ അതേ ചെയ്തിട്ടുള്ളൂ, എന്ത് ചെയ്തോ അതേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഗുരുദേവന്റെ പ്രത്യേകത. നോബൽ സമ്മാനം കിട്ടിയ രവീന്ദ്രനാഥ ടാഗോർ വർക്കല ശിവഗിരി ആശ്രമത്തിൽ വന്നപ്പോൾ 10 പേര് അദ്ദേഹത്തിനെ പൂർണ്ണകുംഭം കൊടുത്ത് സ്വീകരിച്ചു. കറുത്ത തൊലിയുള്ള 10 കുട്ടികള്. അതേ 10 കുട്ടികളാണ് മഹാത്മാഗാന്ധി വർക്കല ശിവഗിരി ആശ്രമത്തിൽ വന്നപ്പോഴും സ്വീകരണം കൊടുക്കാൻ വേദമന്ത്രങ്ങൾ ചൊല്ലിയ പുലയ കുട്ടികള്. ഗുരുദേവന്റെ അടുത്ത് മഹാത്മാഗാന്ധി ചോദിച്ചു, ഇവർ ഏത് ജാതിയാണെന്ന്. കൃത്യമായിട്ട് ഗുരുദേവൻ മറുപടി പറഞ്ഞു, കണ്ടാൽ അറിഞ്ഞൂടെ, മനുഷ്യജാതിയാണ്. അതല്ല ഞാൻ ചോദിച്ചത്, ഏത് ജാതിയിൽപ്പെട്ടവരാണ്, അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യജാതിയിൽപ്പെട്ടവരാണ്. ഇവരെങ്ങനെ വേദം പഠിച്ചു? വേദം ആരെ പഠിപ്പിച്ചാലും അവർ പഠിക്കുമല്ലോ, ആരെ പഠിപ്പിച്ചാലും ഇതേപോലെ പഠിപ്പിച്ചാൽ അവർ പഠിക്കും. അപ്പോഴാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്, ഞാൻ പലതും പ്രസംഗിച്ചത് പലതും പ്രാവർത്തികമാക്കിയിട്ടില്ല. അവിടുന്നാണ് പ്രസംഗിച്ചതോ പറഞ്ഞതോ പ്രാവർത്തികമാക്കിയത്. അതാണ് വേർഡ്സ് ആൻഡ് ഡീഡ്സ് കോംപ്ലിമെന്റ് ടുഗദർ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത്. വേർഡ്സ് ആൻഡ് ഡീഡ്സ് കോംപ്ലിമെന്റ് ടുഗദർ എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ മഹാത്മാഗാന്ധിയെ സ്വീകരിക്കാൻ ഈഴവ കുട്ടികളെ അല്ല ഉപയോഗിച്ചത്, പുലയ കുട്ടികളെയാണ് ഉപയോഗിച്ചത്. മാത്രല്ല, രവീന്ദ്രനാഥ ടാഗോർ വന്നപ്പോ മുമ്പിൽ തൊഴുതുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ നിന്ന് പറഞ്ഞു, അങ്ങ് എന്തെല്ലാമാണ് ചെയ്തത്, എനിക്ക് അത്ഭുതം തോന്നുന്നു എന്ന് പറഞ്ഞപ്പോ നാരായണ ഗുരുദേവൻ തിരിച്ച് രവീന്ദ്രനാഥ ടാഗോറിനോട് പറഞ്ഞത്, പലതും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതൊന്നും സാധിച്ചില്ല, അതിലുള്ള ദുഃഖമുണ്ട്, ആ ഒരു ദുഃഖേ ഉള്ളൂന്ന്. ആ വാക്കുകള് രവീന്ദ്രനാഥ ടാഗോർ എടുത്തു പറഞ്ഞു. സാധാരണ മനുഷ്യരും അസാധാരണ മനുഷ്യർക്കും ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്ത് ചെയ്തൊരു ഋഷിവര്യൻ എനിക്ക് വളരെ കുറച്ചേ ചെയ്യാൻ പറ്റിയുള്ളൂ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. അതേ രവീന്ദ്രനാഥ ടാഗോർ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വിസിറ്റേഴ്സ് ബുക്കിൽ എഴുതി, നോബൽ സമ്മാനം കിട്ടി, ലോകം മുഴുവനും സഞ്ചരിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, കിഴക്കൻ ചക്രവാളത്തിലേക്ക് നോക്കിക്കൊണ്ട് ശാന്തമായ മനസ്സോടുകൂടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു, അതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ കേരളത്തിലെ നാരായണ ഗുരുവിനെ പോലൊരു ഗുരുവിനെ ഞാൻ ലോക ദർശനത്തില് ഒരിടത്തും കണ്ടിട്ടില്ല. ഇത് രവീന്ദ്രനാഥ ടാഗോറിന്റെ വരികള് ഞാൻ മലയാളത്തിൽ പറഞ്ഞതാണ്. അപ്പോ അങ്ങനെയുള്ളൊരു സാമൂഹിക പ്രതിബദ്ധത എണ്ണിയാലൊടുങ്ങാത്ത അത്രയും നാരായണ ഗുരുദേവന്റെ ഉണ്ട്. എനിക്കറിയാം, ഞാനിങ്ങനെ സ്പീഡിൽ പറഞ്ഞുകൊണ്ട് പോകുമ്പോ നിങ്ങൾക്ക് പലതും ഓർമ്മിക്കാൻ സാധിച്ചു എന്ന് വരില്ല. പിന്നെ എന്തിനാ എത്ര സ്പീഡിൽ പറയുന്നത്? എല്ലാം പഠിക്കാനോ അറിയാനോ വേണ്ടിയല്ല ഇതെല്ലാം പറയുന്നത്. അറിയാത്തത് ധാരാളമുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രാ പറയുന്നത്. അറിയാത്തത് ധാരാളമുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നാരായണ ഗുരുദേവന്റെ ആത്മീയത, നാരായണ ഗുരുദേവന്റെ സാമൂഹിക വ്യവസ്ഥിതി, അതിലുണ്ടാക്കിയ മാറ്റം, നാരായണ ഗുരുദേവന്റെ ശാസ്ത്രീയത. ആലോചിച്ചു നോക്കാം. പഞ്ചശുദ്ധി ഗുരുദേവൻ പറഞ്ഞ
ഒരെണ്ണത്തിൽ പോലും സയൻസ് ഇല്ലാത്തതില്ല. അതാണ് ഗുരുദേവന്റെ മഹത്വം എന്ന് പറയുന്നത്. എല്ലാം സയന്റിഫിക്കാണ്. 5 എണ്ണം ഞാൻ കുറച്ചു മുമ്പ് സൂചിപ്പിക്കേണ്ടായി. ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി. ഈ 5 എണ്ണം കേരളത്തിലെ 3.65 കോടി ജനത, കേരളത്തിലെ 3.65 കോടി ജനത ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയിരുന്നു എങ്കിൽ ഇന്ന് കേരളത്തിലെ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് ലോകത്തിലെ ഹയസ്റ്റ് ആകുമായിരുന്നില്ല. ഇന്ന് ലോകത്തിലെ ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് കേരളം.